നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവിക്ക് ഉറക്കം വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഉറക്കം വരുന്നത് വരെ ഞാനൊരു കഥ പറഞ്ഞു തരാം. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ ചേട്ടാ. നന്നായി. ഞാൻ വിശ്വസാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവൽ ചുരുക്കത്തിൽ പറഞ്ഞു തരാം. കഥ പറഞ്ഞു കൊടുക്ക. ബാല്യകാല സഖി. അപ്പൊ ബാല്യത്തിൽ നിന്നേ തുടങ്ങി. നേരം എടുത്താലും കഥ തീരില്ല. ഞാൻ വായിച്ചതാ ബാല്യകാല സഖി. പ്രണയകഥയാ, ദുരന്ത പ്രണയകഥ. ഓ, മജീദും സുഹറയും ബാല്യകാലം മുതലേ കളിക്കൂട്ടുകാരായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ മീനാക്ഷി കൊച്ചിന്റെ ആഗ്രഹം പെട്ടെന്ന് നടക്കുമായിരിക്കും. പെട്ടെന്ന് നടന്നാ മതിയായിരുന്നു. ബഷീറിന്റെ തന്നെ മറ്റൊരു നോവലുണ്ട്, അനുരാഗത്തിന്റെ ദിനങ്ങൾ. ഇനി മുതൽ ചെമ്പകമംഗലത്ത് അതായിരിക്കും. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജയേട്ടൻ എങ്ങനെയൊക്കെയാ ബുദ്ധിമുട്ടുന്നത്. ദൈവമേ, ഇത്രയേറെ സ്നേഹം ഉണ്ടായിരുന്നോ ഈ മനുഷ്യൻ എന്നോട്? ഒരു കാര്യം പറയാനുണ്ട്. അക്കാര്യം നാളെ പറയാം എന്ന് മജീദിനോട് പറഞ്ഞിട്ട് സുഹറ പോയി. ആ രാത്രി സുഹറ മരിച്ചു. അവസാനമായി സുഹറയ്ക്ക് പറയാനുണ്ടായിരുന്നത് എന്തായിരുന്നു? ദേവി ചോദിച്ച ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ബഷീർ ഈ നോവൽ അവസാനിപ്പിക്കുന്നത്. അവസാനമായി സുഹറയ്ക്ക് പറയാനുണ്ടായിരുന്നത് എന്താണ്? എന്തോ ഈ വീടിനകത്ത് എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ്. മകന്റെയും മരുമകളുടെയും മുഖം തെളിഞ്ഞു. അതാ പോസിറ്റീവ്. അവരുടെ ജീവിതത്തിലെ കഷ്ടകാലത്തിന്റെ കർക്കിടകങ്ങൾ പെയ്തു തീർന്നു. അവരൊന്നായാൽ ചെമ്പകമംഗലത്തെ കാറ്റും ഒന്ന് മാറി വീശും. നിന്റെ അമ്മയും അച്ഛനുമായി കൂടുതൽ അടുത്തു എന്നുള്ളത് വാസ്തവം തന്നെയല്ലേ മോളെ? അവരടുക്കുന്നതിന്റെ ലക്ഷണമല്ലേ മുത്തശ്ശി ഇതൊക്കെ? മുത്തശ്ശി ഞാനിതൊക്കെ കാണിച്ചു തന്നില്ലേ? എന്നിട്ടും രാജലക്ഷ്മിക്ക് അങ്ങോട്ട് വിശ്വാസമാകുന്നില്ല. ബാല്യകാല സഖിയും പ്രേമലേഖനവുമാ അവൻ അവിടെ ഇരുന്ന് അവളെ വായിച്ചു കേൾപ്പിക്കുന്നത്. അപ്പോ മുത്തശ്ശൻ ഇതൊക്കെ നേരത്തെ വായിച്ചതല്ലേ? പിന്നെ 70കളിലും 80കളിലും ഒക്കെ ആയി ഞാൻ വായിച്ചു തീർത്ത നോവലുകളായതൊക്കെ. അതെ, നിന്റെ ഈ ഇരിക്കുന്ന മുത്തച്ഛൻ ആരായിരുന്നെന്ന് പറഞ്ഞാ നീ ഇരിക്കുന്നേ? പ്രേമലോലുപൻ, പ്രണയവിലാസനായിരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ പേരല്ലേ ജനാർദ്ദനൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.